ആക്രമണവും വെടിനിർത്തൽ ചർച്ചയും സമാന്തരമായി പുരോഗമിക്കുന്നതിനിടെ ഗാസയിൽ കൂട്ടക്കുരുതി തുടരുകയാണ്. നമുക്കറിയാം, ഇസ്രായേൽ ആക്രമണങ്ങളിൽ കഴിഞ്ഞ ശനിയാഴ്ച മുതലുള്ള കണക്കെടുത്താൽ ഏതാണ്ട് 150ഓളം പാലസ്തീൻകാർ കൊല്ലപ്പെട്ടതായി, 135 പേരുടെ കാര്യം ഏതാണ്ട് ഉറപ്പിച്ചിട്ടുണ്ട്. അത്രയും ആളുകൾ കൊല്ലപ്പെട്ടതായിട്ടുള്ള വിവരങ്ങളാണ് വരുന്നത്. സുരക്ഷാ മേഖലയായി മാത്രം പറഞ്ഞിട്ടുള്ള അൽ മവാസിലെ ആക്രമണത്തിൽ മാത്രം ഏതാണ്ട് 36 പേർ കൊല്ലപ്പെട്ടതായിട്ടുള്ള വാർത്തകളാണ്. അതുപോലെ തന്നെ ഗാസയുടെ വടക്കും തെക്കും സേന ഇറക്കിയുള്ള ആക്രമണം ഇസ്രയേൽ ശക്തമാക്കിയിരിക്കുകയാണ്. കഴിഞ്ഞ ഒരാഴ്ച മാത്രം ഏതാണ്ട് 500ഓളം പാലസ്തീൻകാർ കൊല്ലപ്പെട്ടതായിട്ടുള്ള വാർത്തകളാണ് വരുന്നത്. വടക്കൻ ഗാസയിലെ ആശുപത്രികളെല്ലാം ഏതാണ്ട് പ്രവർത്തനം നിലച്ച അവസ്ഥയിലാണ്. ഈ സാഹചര്യത്തിൽ പുതിയ ചില നടപടിക്രമങ്ങളുമായി ബ്രിട്ടൻ മുന്നോട്ട് വന്നിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ച തന്നെ ഗാസയിലെ സ്ഥിതി അസഹനീയമാണെന്നും അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഇസ്രായേൽ നടപടികൾ എടുക്കണം എന്നുള്ള വാർത്തകൾ ഉണ്ടായിരുന്നു. അതിന് ഇസ്രായേലിന് മുകളിൽ ശക്തമായ സമ്മർദ്ദമുണ്ടായിരുന്നു. ഇപ്പോൾ ഇതാ പുതിയ വാർത്തകൾ വരികയാണ്. ഇസ്രായേലുമായുള്ള വ്യാപാര ചർച്ചകൾ നിർത്തിവെക്കുകയും അതുപോലെ തന്നെ ബ്രിട്ടൻ അവിടുത്തെ സ്ഥാനപതിയെ തിരിച്ചു വിളിപ്പിച്ചതായിട്ടുമുള്ള വാർത്തകളുണ്ട്. നൂറുകണക്കിന് ആളുകളുടെ ജീവനെടുത്ത ഈ ഗാസയിലെ പുതിയ ആക്രമണങ്ങളിൽ ഇസ്രായേലിനെതിരെ അന്താരാഷ്ട്ര തലത്തിൽ സമ്മർദ്ദം ശക്തമാക്കുന്നതിന്റെ സൂചനയാണിത്. ബ്രിട്ടൻ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇസ്രായേലുമായുള്ള വ്യാപാര ചർച്ചകൾ നിർത്തിവെക്കുകയും അതുപോലെ തന്നെ ഇസ്രായേലി അംബാസഡറെ വിളിച്ചു വരുത്തുകയും ചെയ്തു. ബ്രിട്ടൻ ഗാസയിലേക്ക് സഹായം എത്തുന്നത് തടയുന്നത് തുടരുകയും ചെയ്താൽ ഉപരോധങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കർക്കശമാക്കും, ഉറച്ച നടപടികൾ സ്വീകരിക്കുമെന്ന് ചില രാജ്യങ്ങൾ, പ്രധാനപ്പെട്ട രാജ്യങ്ങൾ മുന്നറിയിപ്പ് വന്നിട്ടുണ്ട്. പ്രധാനപ്പെട്ട രാജ്യങ്ങൾ എന്ന് ഞാൻ പറയുമ്പോൾ UK, ഫ്രാൻസ്, കാനഡ എന്നീ രാജ്യങ്ങളാണ് കഴിഞ്ഞ തിങ്കളാഴ്ച തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നത്. ഇതിന് പിന്നാലെ UK ഇപ്പോൾ പ്രഖ്യാപിച്ചേക്കുന്നത് ഇസ്രായേലുമായിട്ടുള്ള വ്യാപാര ചർച്ചകൾ നിർത്തിവെച്ചതായിട്ടുള്ള ഒരു പ്രഖ്യാപനമാണ് വരുന്നത്. അത് UKയുടെ വിദേശകാര്യ സെക്രട്ടറി ഡേവിഡ് ലാമി ഇത് സംബന്ധിച്ച ഒരു പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്. ഗാസയിലെ യുദ്ധം ഏതാണ്ട് പുതിയ ഒരു ഘട്ടത്തിലേക്ക് കടക്കുകയാണെന്ന് അദ്ദേഹം സൂചിപ്പിച്ചു. അതുപോലെ തന്നെ അവിടെ വിദേശകാര്യ സെക്രട്ടറി പറഞ്ഞത് അവിടെ മാനുഷിക ദുരന്തം ആണ് ഏറ്റവും കൂടുതൽ രൂക്ഷമാകുന്നതെന്നും സാധാരണ ജനങ്ങൾ കടുത്ത പട്ടിണിയിലേക്ക് പോവുകയാണ് എന്നുള്ള അഭിപ്രായങ്ങളാണ് അദ്ദേഹം പറഞ്ഞത്. ഈ സംഘർഷം ഏതാണ്ട് പുതിയ ഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണെന്നും നെതന്യാഹുവിന്റെ സർക്കാർ ഗാസയിലെ ജനങ്ങളെ അവരുടെ വീടുകളിൽ നിന്ന് തുരത്തി ഓടിക്കുന്നതിന്, ആട്ടി ഓടിക്കാനുള്ള പദ്ധതികളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നതെന്നും കഴിഞ്ഞ ദിവസം 10ൽ താഴെ ട്രക്കുകളാണ്, അവശ്യ സാധനങ്ങളുമായി പോയ 10ൽ താഴെ ട്രക്കുകൾ മാത്രമാണ് അങ്ങോട്ടേക്ക് കടത്തിവിട്ടത്. അതുകൊണ്ട് ഗാസയിലെ സ്ഥിതി ദയനീയവും അസഹനീയവും വളരെ മോശവുമാണെന്നാണ് ഡേവിഡ് ലാമി പ്രസ്താവനയിൽ പറഞ്ഞത്. ഇസ്രായേലുമായുള്ള സർക്കാരുമായിട്ടുള്ള പുതിയ സ്വതന്ത്ര വ്യാപാര കരാറിന്റെ ചർച്ചകൾ അതുകൊണ്ട് തന്നെ അവർ തൽക്കാലമായി നിർത്തിവെച്ചിരിക്കുന്നു എന്നാണ് അവർ അറിയിച്ചിരിക്കുന്നത്. ഉഭയകക്ഷി ബന്ധം മെച്ചപ്പെടുത്തുവാനുള്ള റോഡ് മാപ്പ് 2030 അനുസരിച്ചുള്ള സഹകരണം ബ്രിട്ടൻ പറഞ്ഞിട്ടുള്ളത് അവര് പുനരവലോകനം ചെയ്യും എന്നാണ്. അതുപോലെ തന്നെ നെതന്യാഹു സർക്കാരിന്റെ നടപടികൾ ഇത് അനിവാര്യമാക്കിയ എന്നുള്ള ഒരു സൂചനയാണ് UK വിദേശകാര്യ സെക്രട്ടറി പറയുന്നത്. എന്തായാലും UKയിലെ ഇസ്രായേൽ അംബാസഡറെ വിദേശകാര്യ ഓഫീസിലേക്ക് വിളിപ്പിച്ച് ലാമി ഇത്തരം കാര്യങ്ങൾ ധരിപ്പിച്ചിട്ടുണ്ട്. തിങ്കളാഴ്ച UK, ഫ്രാൻസ്, കാനഡ എന്നീ രാജ്യങ്ങളുടെ തലവന്മാർ സംയുക്ത പ്രസ്താവനയിലൂടെ ഇസ്രായേലിന് ശക്തമായ താക്കീത് കൊടുത്തതാണ്. ഗാസയിലേക്കുള്ള സഹായം ഒരു കാരണവശാലും തടയാൻ പാടില്ല എന്നും തടഞ്ഞുകൊണ്ട് അന്താരാഷ്ട്ര മാനുഷിക നിയമം ലംഘിക്കുന്നത് ശരിയല്ല എന്നും ഈ രാജ്യങ്ങൾ ശക്തമായ താക്കീത് ബ്രിട്ടന് നൽകിയാണ്. എന്നാൽ ബാക്കിയുള്ള ബന്ധുക്കളെ വിട്ടയച്ചാൽ, ഹമാസ് ആയുധം താഴെ വെച്ചാൽ മാത്രമേ, അതായത് രണ്ട് കാര്യങ്ങളാണ് പറയുന്നത്, ബാക്കിയുള്ള ബന്ധുക്കളെ വിട്ടയക്കണം, ഹമാസ് പൂർണ്ണമായും ആയുധം താഴെ വെക്കണം, എങ്കിൽ മാത്രമേ അവരുടെ കൊലപാതകങ്ങളായ നേതാക്കളെ നാടുകടത്തിയാൽ മാത്രമേ ഗാസയിൽ നിന്ന് ഹമാസിനെ പൂർണ്ണമായി പുറത്താക്കിയാൽ മാത്രമേ യുദ്ധം അവസാനിക്കുകയുള്ളൂ എന്നുള്ള ഒരു സൂചനയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രിയായ നെതന്യാഹുവിന്റെ ഓഫീസ് നൽകിയിട്ടുള്ളത്. എന്തായാലും ആ നിലപാടിൽ ഒരു മാറ്റവും ഉണ്ടാകുകയില്ല എന്നുള്ള സൂചനയാണ് ഇസ്രായേൽ തുടർച്ചയായി നൽകിക്കൊണ്ടിരിക്കുന്നത്. അതേസമയം അന്താരാഷ്ട്ര സമ്മർദ്ദം ശക്തമായതോടുകൂടി ഗാസയിലേക്ക് കൂടുതൽ ട്രക്കുകൾ എത്തിക്കുവാൻ ഏതാണ്ട് ഇസ്രായേൽ ഐക്യരാഷ്ട്രസഭയ്ക്ക് അനുമതി നൽകിയിട്ടുണ്ട്. ഏതാണ്ട് 100ലധികം ട്രക്കുകൾക്ക് അനുമതി നൽകിയതായിട്ടുള്ള പുതിയ വിവരങ്ങൾ വരുന്നുണ്ട്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, യുദ്ധം തുടങ്ങിയതിനു ശേഷം ധാരാളം ആളുകൾ കൊല്ലപ്പെട്ടു. ഇസ്രായേൽ ഓരോ ദിവസവും ശക്തമായ ആക്രമണത്തിലേക്ക് പോവുകയാണ്. പക്ഷെ ഇത്രയൊക്കെ ആയിട്ടും ഗാസയിലെ ഭീകരവാദികൾ കീഴടങ്ങുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അവർ അവിടെയുള്ള ജനങ്ങളുടെ മനുഷ്യത്വപൂർണമായിട്ടുള്ള ജീവിതമാണ് അവർ ലക്ഷ്യം വെക്കുന്നതെങ്കിൽ തീർച്ചയായും അവരും ബന്ധുക്കളെ വിട്ടയക്കേണ്ടതായിട്ടുള്ള കാര്യമുണ്ട്. അതും പൂർണ്ണമായി ചെയ്യുവാൻ അവർക്കാകുന്നില്ല എന്നുള്ളതും യുദ്ധത്തിന്റെ ശക്തി അല്ലെങ്കിൽ ഇസ്രായേലിന്റെ
അവർക്കെതിരെയുള്ള തിരിച്ചടി ശക്തി വർദ്ധിപ്പിക്കുന്നു എന്നുള്ളതാണ്. എന്തായാലും ഇപ്പോൾ കൂടുതൽ കൂടുതൽ സമ്മർദ്ദങ്ങൾ ഇസ്രായേലിന് മുകളിലേക്ക് വരികയാണ്. പക്ഷേ അതൊന്നും തങ്ങളെ പിന്നോട്ടടിക്കുകയില്ല എന്നും തങ്ങൾ അവിടെ നിന്ന് പൂർണ്ണമായി ഹമാസിനെ ഇല്ലാതാക്കുന്നത് വരെ തങ്ങൾ തുടർച്ചയായി ശക്തമായ യുദ്ധം തുടരുക തന്നെ ചെയ്യും എന്നുള്ള സൂചനയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി നൽകിയിട്ടുള്ളത്. അതേസമയം തന്നെ മാനുഷിക സഹായങ്ങൾ എത്തിക്കുന്നതിൽ ചില വിട്ടുവീഴ്ചകൾ ഈ സമ്മർദ്ദത്തിന്റെ ഫലമായി ഇസ്രായേൽ കൈക്കൊണ്ടിട്ടുണ്ട് എന്നുള്ളത് ശ്രദ്ധേയമായ കാര്യമാണ്. എന്തായാലും ഈ യുദ്ധം വെടിനിർത്തൽ ചർച്ചകളും ഒക്കെ സമാന്തരമായി പുരോഗമിക്കുന്ന അതേ സമയം തന്നെ ഇസ്രായേൽ ശക്തമായി ഹമാസിനെതിരെ തിരിച്ചടിക്കുകയാണ്. പൂർണ്ണമായും ഹമാസിനെ ഉന്മൂലനം ചെയ്യുക എന്നുള്ള പദ്ധതിയിൽ തന്നെയാണ് ഇസ്രായേൽ എന്നുള്ള കാര്യം പ്രത്യേകം ഓർമ്മിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ.